എന്താ ഡോക്ടർ? ഒരു ആത്മഹത്യാ പ്രവണതയുള്ള മനസ്സാണോ ഇപ്പോ ഗായത്രിയിൽ എന്നൊരു സംശയം. അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങനെ വയലന്റ് ആയി കയ്യിലെ വെയിൻ കട്ട് ചെയ്യാൻ? ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഒരു സംശയമാണ്. ഏതായാലും ഗൗരി വളരെ കെയർഫുൾ ആയിരിക്കണം. കഴിവതും ചേച്ചിയെ തനിച്ചാക്കാതിരിക്കുക. പിന്നെ ജീവിതത്തെക്കുറിച്ച് നല്ലത് മാത്രം ചിന്തിക്കാനും പ്രവർത്തിക്കാനും പ്രേരിപ്പിക്കുക. അങ്ങനെയൊക്കെ ആ കുട്ടിയെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റൂ. നോക്കട്ടെ, പറ്റിയാൽ നമുക്കൊരു കൗൺസിലിംഗ് അറേഞ്ച് ചെയ്യാം. മരുന്നെല്ലാം കിട്ടിയ മോളെ? അലൻ, എന്തുറക്കോടെ ഇത്? ഇളന്താ ഇവിടെ വന്നിട്ട് തുറന്ന്? ഇന്നലെ മാത്രമാണോ അതോ സ്ഥിരം എവിടെയാണോ കിടപ്പ്? ഇന്നലെ കുറച്ച് നോട്ട്സ് കുറിച്ചെടുക്കാനുണ്ടായിരുന്നു. സൈനെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് കരുതി ഇങ്ങോട്ട് പോന്നേ ഉള്ളൂ. കള്ളം പറഞ്ഞതിന് ഒരു ദിവസം തുടങ്ങണോ അളിയാ? അതും കള്ളം പറഞ്ഞ് ഫലിപ്പിക്കാൻ അറിയാത്ത ഒരാൾ അതിന് ശ്രമിക്കുമ്പോ കേൾക്കുന്നവർക്ക് അത് തമാശയായിട്ടേ തോന്നൂ. അവളുമായി അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ അലിന് തീരെ പറ്റുന്നില്ലല്ലേ? അങ്ങനൊന്നും ഇല്ലെന്ന് പറഞ്ഞ് തനിക്കിന്റെ ചോദ്യത്തിന് രക്ഷപ്പെടാം. പക്ഷേ അതുകൊണ്ട് കാര്യമില്ലെന്ന് എനിക്കും അറിയാം, അലനും അറിയാം. ആഗ്രഹിക്കുന്നതെന്ന് നേടിയെടുക്കുക, അതിനുവേണ്ടി ഏതറ്റം വരെയും പോകും. കുഞ്ഞുനാൾ മുതലേ അതാണ് എൻ്റെ പെങ്ങളുടെ ഒരു രീതി. ആകെയുള്ളൊരു പെൺതരിയായതുകൊണ്ട് ശരിയോ തെറ്റോ നോക്കാതെ അവളുടെ ഏതിഷ്ടത്തിനും അപ്പച്ചൻ കൂടെ നിൽക്കും. അപ്പന് പറ്റിയ മോളും മോക്ക് വേണ്ടി ജീവിക്കുന്ന അപ്പനും. അങ്ങനെ പറയുന്നതാ കൂടുതൽ ശരി. ഇവിടുത്തെ ചുരുങ്ങിയ കാലത്തെ ജീവിതം കൊണ്ട് അതെനിക്ക് മനസ്സിലായി സമ്മിച്ച. പക്ഷേ ഇപ്പോഴും മനസ്സിലാവാത്ത ഒന്നുണ്ട്. എന്തുകൊണ്ട് ഞാൻ അവളെ മോഹിപ്പിക്കുന്ന ഒരു യോഗ്യതയോ ചുറ്റുപാടോ ഒന്നും എനിക്കില്ലായിരുന്നു. എന്നിട്ടും പാർട്ട്ണറായി ഞാൻ തന്നെ വേണമെന്ന് അവൾ എന്തിനാ എത്ര വാശി പിടിച്ചത്? അങ്ങനെ അവൾ ആഗ്രഹിക്കുന്നു അറിഞ്ഞപ്പോഴേ എന്നെ സംബന്ധിക്കുന്ന എല്ലാം ഞാൻ അവളോട് തുറന്നു പറഞ്ഞത്. എന്നിട്ടും പിന്നെ എന്തിനു വേണ്ടിയായിരുന്നു? അതാ എനിക്ക് മനസ്സിലാവാത്തത്. അവൾ അങ്ങനെയാ. അത് അവളുടെ മാത്രം കുഴപ്പമല്ല, അവളെ അങ്ങനെയാ വളർത്തിയിരിക്കുന്നത്. പണ്ട് പനിയായത് കാരണം പള്ളി പെരുന്നാളിന് പോകാൻ പറ്റാത്തതിന്റെ സങ്കടം അവള് തീർത്തത് എങ്ങനെയാണെന്ന് അറിയുമോ അതെനിക്ക്? പനി മാറിയപ്പോ അന്ന് അവിടെ ഏതൊക്കെ കെട്ടുകാഴ്ചകൾ ഉണ്ടായിരുന്നു അതൊക്കെ അവൾക്ക് വേണ്ടി ഈ മുറ്റത്ത് അതേപടി വീണ്ടും വരുത്തിച്ചു പാപ്പിച്ചായൻ. മോക്ക് വേണ്ടി സ്വന്തം ചെലവിൽ ഒരു പെരുന്നാൾ ഒരുക്കിയ അപ്പനാ ഈ പൂക്കാടൻ പൗലോസ് എന്ന മുതല്. അപ്പൊ പിന്നെ ഭർത്താവായിട്ട് ഇയാൾ വേണമെന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞ എന്ത് വില കൊടുത്തും അത് നടത്തി കൊടുക്കില്ലേ പൗലോസ് അച്ചായൻ? പെട്ടുപോയത് താനും. ഇനിയിപ്പോ ഞാൻ നോക്കിയിട്ട് രണ്ട് വഴികളേ ഉള്ളൂ. ഒന്നുകിൽ അവളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അളിയൻ മാറുക, അല്ലെങ്കിൽ അലന്റെ ഇഷ്ടത്തിനൊത്ത് പോവുക. അല്ലാതെ ഒരിക്കലും ചേരാത്തൊരു ജീവിതവും ചുമന്ന് ഒരായുസ് മൊത്തം പാഴാക്കുന്നത് കൊണ്ട് രണ്ടുപേർക്കും വലിയ പ്രയോജനമൊന്നുമില്ല. താനിപ്പോ അതിശയപ്പെടുന്നുണ്ടാവും, എന്റെ പെങ്ങളുടെ ജീവിതത്തെ പറ്റിയാണല്ലോ ഞാൻ ഇത്ര സിമ്പിളായി പറയുന്നത്. എന്റെ പെങ്ങളായി പോയതുകൊണ്ട് സത്യം സത്യമല്ലാതാകുന്നില്ലല്ലോ. എന്താ വേണ്ടതെന്ന് ആലോചിച്ച് അളിയൻ യുക്തിപൂർവ്വം ഒരു തീരുമാനമെടുക്കുക. അല്ലെങ്കിൽ ദാ എന്നും ഇതുപോലെ ഈ ബാൽക്കണിയിൽ ഇരുന്ന് ഉറങ്ങി തീർക്കേണ്ടി വരും.
എന്നതാ ഇവിടെ? അളിയനും അളിയനും കൂടി മുടിഞ്ഞ ചർച്ചയിലാണല്ലോ. എന്നതാ വിശേഷിച്ച്? നീ പറഞ്ഞതിൽ ഒരു ചെറിയ തിരുത്തുണ്ട് മോളെ. ആരും മുടിഞ്ഞു പോകാതിരിക്കാനുള്ള ഡിസ്കഷൻ ആയിരുന്നു. അല്ലേ അല്ല? 2 ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. അളിയനും അളിയനും തമ്മിൽ നല്ല കമ്പനിയാണല്ലോ. ദേ, അയാളുടെ സപ്പോർട്ട് ഉണ്ടെന്ന് കരുതി എന്റെ ഭർത്താവ് വെറുതെ മണ്ടത്തരമൊന്നും കാണിക്കാൻ നിൽക്കണ്ട. സ്വന്തം കുടുംബത്തിൽ അയാളുടെ വാക്കുകൾക്ക് ഒരു ഉണക്കപ്പുല്ലിന്റെ വില പോലും ഇവിടെ ആരും കൊടുക്കാറില്ല. അതുകൊണ്ട് ആ ബലം കണ്ടുകൊണ്ട് എന്റെ ഭർത്താവ് അധികം മോഹിക്കണ്ട. അതല്ലെങ്കിൽ അങ്ങനെ ആണല്ലോടി. നേരും നെറിയും ആത്മാർത്ഥതയുള്ളവരുടെ വാക്കുകൾക്ക് ഈ വീട്ടിൽ എന്നെങ്കിലും ഒരു വില ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ വില കൽപ്പിക്കുന്ന ഒരു ദിവസം വന്നാലേ അന്ന് ഇതൊരു വീടാവും. ഇവിടെയുള്ളവരൊക്കെ മനുഷ്യരും ആവും. അതുവരെ ഇങ്ങനെ ജീവിക്കാവുന്നേ ഉള്ളൂ, മനുഷ്യന്റെ കോലം കെട്ടി. ചേച്ചി, എന്തായിരുന്നു ഇന്നലെ? എന്നെ ശരിക്കും പേടിപ്പിച്ചു കളഞ്ഞു കേട്ടോ. ഡോക്ടർ പറഞ്ഞു ചേച്ചിക്ക് നടന്നത് എന്തൊക്കെയാണെന്ന് മനസ്സിലായി തുടങ്ങിയതിന്റെ ഭയപ്പാടാണെന്ന്. സാരല്ലേ ചേച്ചി, നമ്മുടെ വിധി ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഇനി അതിൽ കരഞ്ഞിട്ടും പരാതിപ്പെട്ടിട്ടും എന്ത് കാര്യം? ഉറങ്ങാൻ കിടന്നത് അച്ഛനെ കെട്ടിപ്പിടിച്ചാണെന്ന് മാത്രമേ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. പിന്നെ പിന്നെ നടന്നതൊക്കെ ഓർമ്മയിലേക്ക് കുറേശ്ശെ തെളിഞ്ഞു വരാൻ തുടങ്ങിയപ്പോ ഇതുപോലൊക്കെ തന്നെ ആയിരുന്നു എനിക്കും. അച്ഛനും അമ്മയും നമ്മളെ വിട്ടുപോയി എന്നറിഞ്ഞിടം മുതൽ ദാ ഇവിടെ എത്തും വരെയുള്ള നമ്മുടെ ജീവിതം എങ്ങനെയായിരുന്നു, എവിടെയായിരുന്നു എന്നൊന്നും ചേച്ചിക്ക് ഓർമ്മയില്ലല്ലോ. വേണ്ട ചേച്ചി, അതൊന്നും ഓർക്കണ്ട. ഇപ്പൊ നമ്മൾ സുരക്ഷിതരാണെന്ന് മാത്രം അറിഞ്ഞാ മതി. സാരല്ലേ ചേച്ചി, കഴിഞ്ഞതൊക്കെ പോട്ടെ. ഇനി നമുക്ക് നമ്മുടെ സാഹചര്യങ്ങളുമായി ഇണങ്ങി കഴിയാം. ഞാനുണ്ടല്ലോ. ചേച്ചിക്ക് മൂക്കും ഒരു കുറവും വരാതെ ഞാൻ നോക്കിക്കോളാം. ആരുടെ മോള്? ആരുടെ മോളുടെ കാര്യം നീ പറയുന്നത്? എനിക്കങ്ങനെ ഒരു കുഞ്ഞില്ലാന്ന് 1000 തവണ നിന്നോട് പറഞ്ഞില്ലേ ഞാൻ? പിന്നെയും നീ എന്തിനാ എന്റെ കുഞ്ഞിന് എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ശരിയാ, ഞാനൊരുത്തനെ സ്നേഹിച്ചിരുന്നു. അയാൾ എന്നെ ചതിച്ചെങ്കിൽ അയാൾ ജന്മം കൊടുത്ത കുഞ്ഞിനെ അവന്റെ മുമ്പിൽ കൊണ്ട് എറിഞ്ഞു കൊടുത്തേക്കണം. അയാൾ അതിനെ കൊല്ലുകയോ വളർത്തുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. അല്ലാതെ എനിക്കെങ്ങും വേണ്ടതിനെ എന്റെ മുമ്പിലേക്ക് അതിനെ ചുമന്നോണ്ട് വന്നാലുണ്ടല്ലോ. ചേച്ചി, എന്തൊക്കെയാ പറയുന്നേ? ഞാൻ പറയുന്നതാ സത്യം. ഞാൻ ആരുടെയും കുഞ്ഞിനെ പ്രസവിച്ചിട്ടില്ല. ജീവിക്കുന്നെങ്കിൽ എനിക്ക് പഴയതുപോലെ ജീവിക്കണം. ഇല്ലെങ്കിൽ എന്നെ കൊന്നു കളഞ്ഞേക്കാൻ പറ. നീ ഒറ്റൊരുത്തി ഇതിനെല്ലാം കാരണം. അന്ന് അച്ഛന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കാതെ കിടന്നിരുന്നെങ്കിൽ അതോടെ തീർന്നു കിട്ടിയനെയല്ല. ജീവിച്ചിരിക്കണോന്ന് ഇത്രയ്ക്ക് കൊതി എന്തായിരുന്നു നിനക്ക്? അനുഭവിക്കണം നീ. എന്നെ കൂട്ടുപിടിച്ച് ജീവിക്കാൻ നീ കരുതണ്ട. ചേച്ചി, അങ്ങനൊന്നും പറയില്ല ചേച്ചി എന്നോട്. പറയും. പറയുക മാത്രമല്ല, ഞാൻ പ്രവർത്തിക്കുകയും ചെയ്യും. പഴയതുപോലെ ജീവിക്കാൻ പറ്റില്ലെങ്കിൽ ഇനി എനിക്ക് അങ്ങനെ ഒരു ജീവിതം വേണ്ട. നീ എത്ര കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്നാലും ഒരവസരം കിട്ടിയാ തീർത്തിരിക്കും ഞാൻ എന്റെ ജീവിതം. ഒറ്റയ്ക്ക് കിടന്ന് അനുഭവിക്കണം നീ. അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ.
മക്കൾ ഇറങ്ങിയാട്ടെ. നീ എന്താ കേറുന്നില്ലേ? ഞാൻ കയറിയിട്ട് പൂക്കാട മോലയുടെ സാരോപസത്തിന്റെ കെട്ട് തുറക്കാനല്ലേ? വേണ്ട മോളെ, തൽക്കാലം ഇതാണ് നമ്മുടെ അതിർത്തി. ഇനി ഇത് ലംഘിച്ചിട്ട് നിന്റെ തന്തയുടെയും കണവന്റെ പ്രഷർ ഞാൻ കൂട്ടുന്നില്ല. അങ്ങനെയെങ്കിൽ അങ്ങനെ. കണവന്റെ പ്രഷർ കൂടിയാലും കുഴപ്പമൊന്നുമില്ല. എന്റെ പാപ്പിച്ചായനെ വിഷമിപ്പിക്കണ്ടല്ലോ. ഓക്കെ, താങ്ക് യു ഡിയർ. അപ്പൊ നാളെ ഞാൻ വിളിക്കാം. നാളെ ഞാൻ ഫ്രീ അല്ല. ആ എന്റെ ഒരു കസിൻ ലാൻഡ് ചെയ്യുന്നുണ്ട് ലണ്ടനിൽ നിന്ന്. പിന്നെ അതേതാടാ നിനക്ക് ഞാൻ അറിയാത്തൊരു കസിൻ, അതും ലണ്ടനിൽ നിന്ന് ലാൻഡ് ചെയ്യാനും വേണ്ടി? എന്തോ ചുറ്റിക്കളിയുണ്ട്. സത്യം പറ മോനെ. ഒന്ന് പോടി, ഞാൻ കാര്യമായിട്ട് പറഞ്ഞു. ഓക്കെ ഡിയർ, ഓക്കെ ബൈ. ബൈ. തണ്ണിച്ചായനോ വന്നു എന്ന് അവള് പറഞ്ഞിരുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്റെ വിശേഷങ്ങൾ അവിടെ നിൽക്കട്ടെ, നീ നിന്റെ വിശേഷങ്ങൾ പറ മോനെ. നമുക്ക് എന്ത് വിശേഷം തണ്ണിച്ചായ, ഇങ്ങനെ അങ്ങ് പോകുന്നു. നീ എങ്ങനെ പൊയ്ക്കോ, പക്ഷെ ഈ റൂട്ടിലധികം പോയി വന്ന് നിൽക്കണ്ട. മനസ്സിലായില്ല? എന്റെ പെങ്ങളുമായി നിന്റെ ഈ ചുറ്റിക്കളി ഇനി വേണ്ടാന്ന് ഇപ്പൊ മനസ്സിലായോ? ഞാൻ വലിഞ്ഞേറി വന്നൊന്നുമല്ല, നിങ്ങളുടെ പെങ്ങളെ വിളിച്ചിട്ടാ വന്നത്. അവൾക്ക് എന്തോ പർച്ചേസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അവളെ ഇവിടെ കൊണ്ടുവിടുകയും ചെയ്തു. അതിനിപ്പോ എന്താ കുഴപ്പം? അതിൽ കുഴപ്പമുണ്ടായിട്ടാണല്ലോ നിന്നോടത് വേണ്ടാന്ന് പറഞ്ഞത്. അവളെ പർച്ചേസിനും പുറത്തു കൊണ്ടുപോകാനും വരാനും ഒക്കെ അവളുടെ ഭർത്താവുണ്ട്. അതിന് അയാൾക്ക് സമയമില്ലാത്തോണ്ടാണല്ലോ അവൾ എന്നെ വിളിച്ചത്. ഓ അത് ശരി. അപ്പൊ സമയമില്ലാത്ത ഭർത്താക്കന്മാരുടെ ഭാര്യമാരെയൊക്കെ നീയാണോ ഷോപ്പിങ്ങിനോ ഔട്ടിങ്ങിനോ കൊണ്ടുപോകുന്നത്? എന്നാലേ എന്റെ പെങ്ങളുടെ കാര്യത്തിൽ സാറിനി ബുദ്ധിമുട്ടണ്ട. അവളുടെ ഭർത്താവിന് സമയമില്ലെങ്കിൽ അവളുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഇവിടെ അവളുടെ അപ്പച്ചനുണ്ട്, ആങ്ങളമാരുണ്ട്. പറഞ്ഞു കേട്ടല്ലോ. ഇന്നത്തോളം കൊണ്ട് മതിയാക്കിയോണം നിന്റെ ഈ ഡ്രൈവർ പണി. ഓക്കെയോ? ചുമ്മാ കേറങ്ങി മൂപ്പിക്കല്ലേ സണ്ണിച്ചായ. അവള് വിളിച്ച ഇനിയും ഞാൻ വരും. അവൾക്ക് പോകേണ്ടടുത്തെല്ലാം കൊണ്ടുപോവുകയും ചെയ്യും. അത് ചോദിക്കാനും തടയിടാനും ഒന്നും ഇയാളും മെനക്കെടണ്ട. പെങ്ങളെ ജയിലിൽ കയറ്റാൻ നോക്കി നടന്ന ആൾ ഇപ്പൊ രക്ഷകർത്താവ് ചമയണ്ട. മര്യാദയ്ക്ക് പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ലല്ലോടാ. ആ നോക്ക്, കൂടുതൽ വളച്ചിലും വേരത്തിലൊന്നും ഇങ്ങോട്ട് എടുത്തേക്കരുത്. മുന്നും പിന്നെ നോക്കാൻ സണ്ണിച്ചനൊന്നുമില്ലെന്ന് നിനക്കറിയാലോ. കേട്ടോടാ, ഇനി നിന്നെ അവളോടെ കണ്ടുപോയാ പിന്നെ കുടുംബക്കാർ കൂടി ഒന്ന് മണ്ണു നുള്ളിടും നിന്റെ ചുറ്റിനും. തീർത്ത് കളയും ഞാൻ. പറഞ്ഞതുപോലെ ചെയ്യുന്നവനായി സണ്ണിച്ചൻ. അറിയാലോ നിനക്ക്. പോടാ. പാപ്പിച്ചായ, അയാൾ ഇത് എന്നെ ഭാവിച്ചുകൊണ്ടുള്ള പുറപ്പാടാണെന്ന് എനിക്കിപ്പോ അറിയണം. അയാൾക്ക് ആരാ അതിനുള്ള അവകാശം കൊടുത്തത്? എന്നതാടി ഒരുമാതിരി വാലും ചെയ്യലും ഇല്ലാതെ? ആരുടെ കാര്യമോ നീ പറയുന്നേ? അമ്മച്ചിയെ കാണാനെന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ അട്ടിപ്പേര് കിടപ്പുണ്ടല്ലോ, അയാളുടെ കാര്യം തന്നെയാ. ദേ, പാപ്പിച്ചായന്റെ മൂത്ത മോൻ പഴയ കൂട്ടി തല്ലിപ്പൊളിത്തരം കാട്ടി തുടങ്ങിയിട്ടുണ്ട്. അവൻ നിന്നെ എന്നാ ചെയ്തു? വല്ലതും പറഞ്ഞോ? അതോ എന്നെ വല്ലതും ചെയ്താലേ വിവരം അറിയുന്ന അയാൾക്കറിയാം. അതുകൊണ്ട് എന്റെ ഫ്രണ്ടിനെ ഇൻസൾട്ട് ചെയ്തത്, അതും കരണത്തടിച്ചിട്ട്. ദേ, അയാളെ പാപ്പിച്ചായനെ ഇപ്പൊ ഇവിടെ ഇറക്കി വിടണം. അതിൽ കുറഞ്ഞ ഒരു കോംപ്രമൈസും ഇക്കാര്യത്തിലില്ല. അവിടെ നിന്ന് നീ എന്റെ മോളുടെ കൂട്ടുകാരന്റെ കരണത്തടിച്ചു എന്ന് കേട്ടു. എന്നതാ കാര്യം? അടികൊണ്ട കാര്യം പറഞ്ഞ കൂട്ടത്തിൽ എന്തിനാ അടിച്ചതെന്ന് അവൻ പറഞ്ഞു കാണുമല്ലോ. എന്ത് കാരണത്തിന്റെ പേരിലാണെങ്കിലും ഇയാൾ എന്റെ ഫ്രണ്ടിനെ ഉപദേശിക്കാനും തല്ലാനൊന്നും നിൽക്കണ്ട. മര്യാദയ്ക്ക് ആ ഗോഡ്വിനെ വിളിച്ച് മാപ്പ് പറഞ്ഞേക്കണം. മാപ്പ് എന്റെ പട്ടി പറയും. ആദ്യം എന്തിനാ ഞാൻ അവനെ തല്ലിയെന്ന് ചോദിച്ചു നോക്ക്. അവന്റെ കൂടെ ഞാൻ ബൈക്കിൽ കറങ്ങാൻ പോകുന്നതിന് ഇയാൾക്ക് എന്നതാ നഷ്ടം? ഞാൻ വിളിച്ചിട്ട് അവൻ വരുന്നത്. അവൻ ഇനിയും വരും. ഞാൻ അവന്റെ കൂടെ എനിക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ പോവുകയും ചെയ്യും. അത് തടയാനും ചോദിക്കാനും ഒക്കെ ഇയാൾ ആരാ? ഇയാൾ എന്റെ കാര്യത്തിൽ ഇടപെടണ്ട. അതെ, എന്റെ ഒരു ഊഹം വെച്ച് നോക്കുകയാണെങ്കിൽ അവൻ ഇനി വരാൻ ചാൻസ് കുറവാണ്. അഥവാ വന്നാലും നിന്നെ അവൻ ബൈക്ക് കയറ്റി ഒരിടത്ത് കൊണ്ടുപോകാനും സാധ്യതയില്ല. അഥവാ പോയാൽ ഇനി തല്ല് വാങ്ങുന്നത് നീയായിരിക്കും. പെറ്റുതള്ളെ കാണാൻ വന്നവൻ അവളെയും കണ്ടിട്ട് പൊയ്ക്കോണം. അല്ലാതെ ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ ഇടപെടാൻ വന്നേക്കരുത്. അയ്യോ, അങ്ങനൊരു ദുരുദ്ദേശം എനിക്കില്ലേ. പിന്നെ തല്ലിയത് അവന്റെ വായിൽ നിന്ന് വീണ കൊള്ളരുതായ്മ കൊണ്ടാണ്. ഞാൻ ആയതുകൊണ്ട് തല്ലിയതേ ഉള്ളൂ. എന്റെ സ്ഥാനത്ത് അപ്പനോ ബെന്നിയോ ആയിരുന്നെങ്കിൽ അവനെ കൊന്നേനെ. ഇവൾ അവന്റെ പുറകെ ഒട്ടിച്ചേർന്നിരുന്ന് പോയത് കണ്ട് കവലയിൽ 1-2 പേർ അടക്കം പറയുന്നത് ഞാൻ കേട്ടതാ. കെട്ട് കഴിഞ്ഞിട്ട് പൂക്കാടൻ പൗലോസിന്റെ മോൾ അഴിഞ്ഞാടി നടക്കുകയാണെന്ന്.
നാട്ടുകാരാ വിവരദോഷികളാണെന്ന് കരുതി അത് വിട്ടേക്കാം. ഇനി അങ്ങനെ ഒന്നും പാടില്ലെന്ന് ഞാൻ അവനോട് പറഞ്ഞപ്പോ അവന്റെ വായിന്ന് വീണത് എന്താണെന്ന് അറിയോ? പെങ്ങളെ നിലയ്ക്ക് നിർത്താൻ അവളുടെ അപ്പച്ചനും ആങ്ങളയ്ക്കും കഴിവില്ലെങ്കിൽ പിന്നെ അവൻ എന്തോ വേണോന്ന് അപ്പച്ചൻ പറ. അപ്പൊ അവനൊരു തല്ലിന്റെ ആവശ്യമില്ലായിരുന്നോ? വെറുതെ പാപ്പിച്ചയ, ഗോഡ്വിൻ അങ്ങനെയൊന്നും പറയില്ല. ഇയാൾ കള്ളം പറയാ. ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ അപ്പച്ചൻ അവനെ വിളിച്ചൊന്ന് ചോദിച്ചു നോക്ക്. ഇവള് വിളിച്ച നിങ്ങളെയൊക്കെ മറികടന്ന് അവൻ ഇനിയും ഇവളെയും കൊണ്ട് പോകുമെന്ന് അവൻ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞതാ. അങ്ങനെ വെല്ലുവിളിക്കുന്നവനെ തല്ലാതെ പിന്നെ തലോടാൻ പറ്റുമോ അപ്പച്ച? കാര്യം അവൻ നിന്റെ കൂട്ടുകാരനും കൂട്ടുപ്രതിയൊക്കെ ആയിരിക്കാം. പക്ഷെ നീ കൂടെ ഇല്ലാത്തപ്പോ നിന്നെപ്പറ്റി പറഞ്ഞു നടക്കുന്നത് വേറെ തരത്തില. അത് പറഞ്ഞാൽ നിന്റെ തലേ കയറത്തുമില്ല. അതെ, ഇയാളെ എന്റെ പെങ്ങളെ മര്യാദ പിടിപ്പിക്കാനും നിൽക്കണ്ട. പെങ്ങളെ ജയിലിൽ കയറ്റാനും അപ്പനെ സ്പിരിറ്റ് കേസിൽ ശിക്ഷിക്കാനും ഒക്കെ നാട്ടുകാരെ കൂട്ടി ഇൻകിലാബ് വിളിക്കാൻ നിന്നവന്റെ കുടുംബസ്നേഹം കണ്ടു വച്ചാ. ഗോഡ്വിൻ നമ്മളെ കുറിച്ചൊക്കെ അങ്ങനെ പറയുന്നു ചാച്ചിന് തോന്നുന്നുണ്ടോ? അതൊന്നുമല്ല, നല്ല പിള്ള ചവഞ്ഞ് കുടുംബത്തിൽ കയറി പറ്റാനുള്ള അടവായാളുടെ. അയ്യോ, അനിയൻ അക്കാര്യത്തിൽ ഒട്ടും പേടിക്കണ്ട. അപ്പച്ചൻ ഇനി തരാമെന്ന് പറഞ്ഞാലും ഈ കുടുംബത്തിൽ നിന്ന് ഒരു ചില്ലിക്കാശിന്റെ വക എനിക്ക് വേണ്ട. അത് നിങ്ങൾ രണ്ടു മക്കളും കൂടെ പങ്കിട്ടെടുത്താൽ മതി. പക്ഷേ വാരിക്കോരി തരുന്നവനെ നാട്ടുകാരെ കൊണ്ട് ആക്ഷേപിക്കാതിരിക്കാനുള്ള സന്മനസ്സെങ്കിലും നിങ്ങൾ കാണിക്കണം. നമ്മൾ അപ്പനും മക്കളും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ ആ കെയർ ഓഫിൽ വല്ലവന്മാരും നമ്മുടെ കുടുംബത്തിൽ കയറി മുതലെടുക്കാൻ അവസരം കൊടുക്കണോ അപ്പച്ച? ഇന്നോ നാളെയോ കഴിഞ്ഞ ഞാനെന്റെ പാട് നോക്കി പോകും. പക്ഷേ അതുപോലല്ല നിങ്ങളുടെയൊക്കെ കാര്യം. ദേ, അപ്പച്ചൻ ഇവളുടെ കഴുത്തേൽ മിന്നു കെട്ടിച്ചത് ഈ നിൽക്കുന്ന ആലിനെ കൊണ്ടാ. പക്ഷെ നാട്ടുകാർക്ക് കഥ മാറ്റി പറയാനുള്ള അവസരം നിങ്ങളായിട്ട് ഉണ്ടാക്കരുത്. അയ്യോ, അതൊക്കെ ഞങ്ങളുടെ സൗകര്യം പോലെ നോക്കിക്കോളാം. ചാച്ചനുള്ളപ്പോ ഇയാള് കൂടുതൽ കാരണവര് കളിക്കണ്ട. കാരണവര് കളിച്ചാലും പേടിക്കാനൊന്നുമില്ല അനിയ. പക്ഷേ കൂടെ നിന്ന് കാര്യസ്ഥം കളിക്കുന്നവരെയാ സൂക്ഷിക്കേണ്ടത്. അതാ ഇതുവരെയുള്ള അനുഭവം. ബെന്നിച്ച, ഞാൻ എവിടെയൊക്കെ പോകുന്നു, ആരെയൊക്കെ കാണുന്നു എന്ന് അന്വേഷിക്കാനും ചോദ്യം ചെയ്യാനും ബെന്നിച്ചിന് ഭയങ്കര ഉത്തരവാദിത്വമായിരുന്നല്ലോ. അതുപോലെ എന്റെ ഭാര്യ അന്യപുരുഷന്മാരുമായിട്ട് കറങ്ങി നടക്കുന്നതും ബൈക്കിൽ ഒട്ടിച്ചേർന്ന് പോകുന്നതൊക്കെ ചോദ്യം ചെയ്യാനും ഈ വീട്ടിൽ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും വേണ്ടേ? അങ്ങളെ, സണ്ണിച്ചൻ പറഞ്ഞാലും കാര്യമുണ്ട്. കോളേജിൽ വെച്ചും എന്നോട് പലരും ഒളിഞ്ഞും തെളിഞ്ഞും ഇക്കാര്യം ചോദിക്കുന്നുണ്ട്. സൈനെ തിരുത്താനുള്ള യോഗ്യത സ്വയം ഇല്ലാന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ഇക്കാര്യം ഇവിടെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഒക്കെ വെറുതെ പാപ്പിച്ചയ. മതി, ഇനി ഈ വിഷയം ഇവിടെ ആരും സംസാരിച്ചേക്കരുത്. എന്താ വേണ്ടെന്ന് എനിക്കറിയാം, കേട്ടല്ലോ. അപ്പോ ഞാൻ പോയി അവനോട് മാപ്പ് പറഞ്ഞിട്ട് വരട്ടെ പെങ്ങളെ? അല്ലെങ്കിൽ അവനെന്നെ നിന്നെ കാണുമ്പോ മിണ്ടിയില്ലെങ്കിലോ? എന്നെ തോൽപ്പിക്കാൻ നിങ്ങൾ അയാളെ കൂട്ടുപിടിച്ചിരിക്കല്ലേ? ശത്രുവിന്റെ ശത്രു മിത്രമാണല്ലോ. പക്ഷെ ആ കളി ഈ സൈനയോട് വേണ്ട. ഞാൻ കാണിച്ചുതരാം. 24 മണിക്കൂറിനകം അയാളെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കുന്നത് ഞാൻ കാണിച്ചുതരാം. നീ എന്ത് കാണിക്കുന്നാടി ഈ പറയുന്നേ? ഒരു ശത്രുവായിട്ട് പോലും നിന്നെ ഞാൻ കണക്കാക്കുന്നുമില്ല. കുടഞ്ഞെറിഞ്ഞാലും പുറകെ നടന്ന് സ്വസ്ഥത കളയാൻ നോക്കുന്ന ഒരു ശല്യം. അല്ലാതെ ശത്രുവായിട്ട് കാണാനുള്ള യോഗ്യത ഒന്നും നിനക്കില്ല. ഇയാൾക്കെന്നെ മനസ്സിലായോ? നമ്മൾ തമ്മിൽ അത്ര ചെറുതല്ലാത്തൊരു ബന്ധമുണ്ട്. നേരിട്ടല്ലേട്ടോ, അല്പം വളഞ്ഞ വഴിയിലുള്ള ബന്ധമാ. നിങ്ങൾ ആരാന്ന് പറ. അപ്പൊ കേട്ടത് ശരിയാ. നിനക്ക് തിരിച്ചറിവും സംസാരശേഷിയൊക്കെ വന്നു തുടങ്ങിയല്ലേ? എന്നാ പറയാം, നിന്നെ ഈ കോലത്തിലാക്കിയ ഒരാളല്ലേ നീ പ്രസവിച്ച കുഞ്ഞിന്റെ തന്ത അലൻ ജോസഫ്. ആ മാന്യന്റെ സ്വന്തം ഭാര്യയാ ഞാൻ. പുള്ളിക്കാരന്റെ മനസ്സിൽ ഇപ്പോഴും നീയും നീ പ്രസവിച്ച കുഞ്ഞുമൊക്കെ ആണെന്നേ. കൂടെ കൂടെ അയാൾക്കിപ്പോ അതൊക്കെ സ്വപ്നം കാണുന്ന സ്വഭാവവും തുടങ്ങിയിട്ടുണ്ട്. എന്നു മാത്രമല്ല, നിന്നെ മനസ്സിൽ നിന്ന് പറിച്ചറിയാൻ പറ്റാത്തതുകൊണ്ട് എന്റെ ഭർത്താവ് എനിക്ക് എല്ലാ കാര്യങ്ങളിലും വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുക. എന്നാ പിന്നെ നിന്നെയും നിന്റെ കുഞ്ഞിനെയൊക്കെ ഒന്ന് നേരിൽ കണ്ട് കൺഗ്രാറ്റ്സ് ചെയ്യാന്ന് കരുതി വന്നതാ. എഴുന്നേൽക്ക്. എഴുന്നേൽക്കാൻ. എന്ത് ധൈര്യത്തിലാ നീ ഇവിടെ വന്നത്? നിന്റെ ഭർത്താവ് എന്റെ കാമുകനായിരുന്നു നീയും അയാൾ മാത്രം തീരുമാനിച്ചാ മതിയോ? അയാൾ എന്റെ ആരുമല്ല.
അങ്ങനെ ഒരു കുഞ്ഞിനെ ഞാൻ പ്രസവിച്ചിട്ടുമില്ല. പിന്നെന്താ, നിനക്ക് ദിവ്യഗർഭം ഉണ്ടായതാണോ? ദേ, കൂടുതൽ വെളച്ചിലൊന്നും എന്റെ അടുത്ത് എടുത്തേക്കരുത്. ചേച്ചി അനിയത്തിയും കൂടി അതിനെ കാണാമറയത്തിട്ട് വളർത്തുന്നത് എന്തിനു വേണ്ടിയാണെന്നൊക്കെ എനിക്കറിയാം. ആ ഉദ്ദേശം ഒന്നും നടക്കാൻ പോകുന്നില്ല മോളെ. കളിക്കുന്നത് ആരോടാണെന്ന് നല്ല ബോധ്യം വേണം. നിർത്തടി.